ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മോഡ്യൂൾ 1-ലെ, അതായത് അൽഗോരിതം തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 1-ലെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ പ്രോഗ്രാമിംഗ്, അല്ല എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ക്ലിയർ ആയാൽ മാത്രമല്ലേ നമുക്ക് ഇതിനകത്ത് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ പഠിക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ എന്തിനാ പഠിക്കണേ, ഇതിൻ്റെ ആവശ്യം എന്താണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ. അത് നമുക്കൊരു ക്ലാരിറ്റി വന്നാൽ മാത്രമേ നമുക്കൊരു ഇൻട്രസ്റ്റോടുകൂടി നമുക്ക് സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പിക് എടുത്തിരിക്കുന്നത് തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, ദെൻ എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കണേ, ഇതിൻ്റെ ആവശ്യം എന്താണ്? ബേസിക്കലി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കാര്യം. നമുക്കൊരു കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ. ദെൻ എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യം എന്താണ്? ഇത്രേ ഉള്ളൂ. നമുക്കൊരു കമ്പ്യൂട്ടർ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യണം. എന്തിനാ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇനി ഇത്രേ ഉള്ളൂ. നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുക്കുക. വാഷിംഗ് മെഷീൻ നമുക്കറിയാം, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് അതിൻ്റെ റൊട്ടേഷൻ അല്ല അതിൻ്റെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ യൂസറാണ്, നമ്മളാണ് ഈ ഓരോ ബട്ടണും പ്രസ് ചെയ്യണേ. പക്ഷെ ഓരോ ബട്ടണും കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാഷിംഗ് മെഷീനകത്തുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു, അതിൻ്റെ അതൊരു കമ്പ്യൂട്ടർ ഉണ്ട്. കാരണം കമ്പ്യൂട്ടർ എന്തൊക്കെയുള്ളത്, ഒരു പ്രൊസസ്സറും മെമ്മറിയും അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമുള്ള എന്തിനേയും നമുക്ക് ജനറലി ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ വാഷിംഗ് മെഷീനകത്തും ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ കമ്പ്യൂട്ടിംഗ് ഡിവൈസിനെ നമ്മളാണ് യൂസ് ചെയ്യണേ, നമ്മളാണ് യൂസേഴ്സ്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ വാഷിംഗ് മെഷീനകത്തുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസിന് ഇതിൻ്റെ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നുവെച്ചാൽ മീനിങ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയ മാനുഫാക്ചറിലില്ലേ, ആ മാനുഫാക്ചറർ ഈ വാഷിംഗ് മെഷീൻ്റെ അകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്തിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഇന്ന സ്വിച്ച് പ്രസ് ചെയ്താൽ ഇന്ന കാര്യം ചെയ്യുക, വേറെ സ്വിച്ച് പ്രസ് ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഈ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയ മാനുഫാക്ചറർ എന്നുണ്ടാവും ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അതിനെ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഡിവൈസിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് തന്നെ പോയി ഓൺ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ തന്നെ ഒന്നും ഓൺ ആവില്ല. നമ്മൾ ഓൾറെഡി അതിനെ ഇൻസ്ട്രക്ട് ചെയ്ത് ഓൾറെഡി പ്രിപ്പയർ ആക്കി വെച്ചാൽ മാത്രമേ നമ്മളെ കമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പം എന്താ പറഞ്ഞത്, ഒരു കമ്പ്യൂട്ടർ ഡിവൈസ് ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ ആദ്യം ഇൻസ്ട്രക്ട് ചെയ്താൽ മാത്രമേ യൂസറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു എഞ്ചിനീയർ ആയിട്ട് നമ്മളെവിടെ ജോലി ചെയ്യുന്നത്, ഇതുപോലെ ഓരോ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ഓരോരോ മേ ബി ഇൻഡസ്ട്രീസിലായിരിക്കും. അപ്പം നമ്മൾ ആരാ അവിടെ? യൂസർ അല്ല, ഡെവലപ്പറാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും പിന്നെ അതൊന്നും ഡെവലപ്പറാണ്. യൂസറിന് ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിമോട്ട് പ്രസ് ചെയ്യുക, ആ സ്വിച്ച് പ്രസ് ചെയ്യുക മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഡെവലപ്പർ എന്താണ്, ആ ഡെവലപ്പറിന് അറിയണം ഈ വാഷിംഗ് മെഷീനെ എങ്ങനെയാണ് ഇൻസ്ട്രക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ എന്തറിയണം, ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഡെവലപ്പർ അറിഞ്ഞാൽ മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നാം ആരെങ്കിലും ഡെവലപ്പർ, നമ്മൾ ഓരോരുത്തരുമാണ് പിന്നെ ഡെവലപ്പറായിട്ട് വരണേ. അപ്പം നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം, നമ്മൾ ഈ പറയുന്ന ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസിനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? സോ അതിനു വേണ്ടിയാണ് നമ്മുടെ സബ്ജക്റ്റിനകത്തെ സിലബസിൽ ഇങ്ങനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ടോപ്പിക്ക് വെച്ചേക്കണം തന്നെ. ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നല്ലോ? ക്ലിയർ? ദെൻ ഈ പറയുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസിന് നമ്മൾ പറഞ്ഞ പോലെ ഒരു നോർമൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നോർമൽ മലയാളം ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നത് തന്നെ. ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു കാര്യം, നിങ്ങളൊരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ ഫ്രണ്ടിന് ഈ പറയുന്ന എറണാകുളത്തേക്കാണ് വന്നിരിക്കുന്നത്, ട്രിവാൻഡ്രം വരെ പോകണം. ആ പറയുന്ന ഫ്രണ്ടിനെ ഒരു കാര്യവും അറിയില്ല, എങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഈ ട്രിവാൻഡ്രത്ത് വരെ പോകുന്ന എങ്ങനെയാണെന്ന് ഒരു വഴി അറിയില്ല. അപ്പോൾ ഫ്രഷാണ് എന്ന് വെച്ചാൽ ഒരു ഐഡിയ അവനില്ല, ലോജിക്കില്ലാത്ത ഒരാളെ വന്നേക്കണേ. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് നീ ട്രിവാൻഡ്രത്തേക്ക് എത്തണേന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോണേ, നീ നേരെ പൊക്കോ എന്ന് പറഞ്ഞു കൊടുക്കുവോ? ഇല്ല. നമ്മൾ എന്ത് പറയും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയും. എടാ, ആദ്യം നീ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഓട്ടോ വിളിച്ച് ഇന്ന സ്റ്റോപ്പിലേക്ക് എത്തുക, ആ സ്റ്റോപ്പിൽ ഇന്ന സൈഡിൽ നിൽക്കണം നീ, ദെൻ ഇന്ന റൂട്ടിൽ നിന്ന് ബസ് ഇന്ന സമയത്ത് വരും, ആ ബസ് നീ പറഞ്ഞ പോലെ ആ ബസ്സിൽ കയറുക, അണ്ട് ഇത്ര ടിക്കറ്റ് എടുക്കുക, ആണ് ഇന്ന സ്റ്റോപ്പിൽ ഇറങ്ങുക, ആണ് അവിടുന്ന് ഇങ്ങോട്ട് പോകുക. ഓരോ നമ്മൾ പറയില്ലേ, നമ്മൾ എങ്ങനെ പറയണേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് ഇത് ചെയ്യുക,
അടുത്തത് ചെയ്യുക, അടുത്തത് ചെയ്യുക, ഓരോന്നും പറയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങൾ ആർക്ക് കൊടുക്കണേ? നിങ്ങൾ ഫ്രണ്ടിന് കൊടുക്കണേ. എന്തിനു വേണ്ടിയിട്ട്? ഫ്രണ്ടിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് ഒരു കമ്പ്യൂട്ടറിനെ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്നാൽ മാത്രമേ അതേപോലെ ആ കമ്പ്യൂട്ടർ വർക്കൗട്ട് ചെയ്യുള്ളൂ. കമ്പ്യൂട്ടർ തന്നെ ഒന്നും എടുക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ, നമ്മൾ മീൻസ് ഡെവലപ്പർ, നമ്മൾ യൂസർ അല്ല, ഡെവലപ്പറാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ, ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ അതേപോലെ കമ്പ്യൂട്ടർ വർക്കൗട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മൾ ഫ്രണ്ടിന് നിങ്ങൾ എങ്ങനെ എഴുതി കൊടുക്കണം? എന്തായിരിക്കും? ആ ഫ്രണ്ടിന് വായിച്ചാൽ മനസ്സിലാവുന്ന മേ ബി മലയാളമോ തമിഴോ ഇംഗ്ലീഷോ ആ ലാംഗ്വേജിലേ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ടിന് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന, കമ്പ്യൂട്ടറിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജിൽ വേണം നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാം. ആ പ്രോഗ്രാം എഴുതാനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സബ്ജക്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസിനെ നമുക്ക് പ്രോഗ്രാം എഴുതി ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കാൻ പോണേ. ഏകദേശം ഒരു ക്ലാരിറ്റി വന്നില്ലേ? ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുവാണ്. ഇപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നേരത്തെ പറഞ്ഞത് എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ മീൻസ് ജസ്റ്റ് ഒരു മെഷീനാണ്. ആ കമ്പ്യൂട്ടറിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നവരെ ആ കമ്പ്യൂട്ടർ ഒന്നും ചെയ്യില്ല. നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ മീൻസ് ഡെവലപ്പർ. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നോ അതേപോലെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാൻ കൺസിഡർ ചെയ്യാം. ആ ഫാൻ തന്നെ ഓൺ ആവുമോ? നമ്മൾ ഓൺ ആക്കിയാൽ മാത്രമേ ഫാൻ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിന് ടാസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം. നമ്മൾ മീൻസ് ഡെവലപ്പർ. ക്ലിയർ? ദെൻ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഹ്യൂമൻ ലാംഗ്വേജ് പറ്റില്ല. അതിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് വേണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആവശ്യം തന്നെ. ദർ ഇസ് എ നീഡ് ഫോർ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ക്ലിയർ? ദെൻ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്കറിയാം. പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്ക് അറിയാമെന്ന് കരുതി ഞാൻ ജസ്റ്റ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറെ ആഡ് ചെയ്യുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് വർക്ക് ചെയ്യുള്ളൂ. ദാറ്റ് വി കോൾഡ് ആസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോഗ്രാം. അപ്പൊ നമുക്ക് പ്രോഗ്രാം ഡെഫിനിഷൻ എഴുതാൻ പറ്റൂലേ? എന്താണ്? എ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഗീവൺ ടു എ കമ്പ്യൂട്ടർ ടു പെർഫോം എ ടാസ്ക്. ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയണേ. നമ്മൾ ആ പ്രോഗ്രാം ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റൂലേ? എന്താ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെഫിനിഷൻ? എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് പ്രൊവൈഡ്സ് എ വേ ഓഫ് ടെല്ലിംഗ് എ കമ്പ്യൂട്ടർ വാട്ട് ഓപ്പറേഷൻ ടു പെർഫോം. ഇറ്റ് ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഫ്രെയിംവർക്ക് ഫോർ ഡിസ്ക്രൈബിംഗ് കമ്പ്യൂട്ടേഷൻ. മീനിങ് ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു ഫ്രണ്ടിന് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മേ ബി ഒരു ഇംഗ്ലീഷിൽ വേണമെങ്കിൽ എഴുതി കൊടുത്തു എന്ന് കരുതുക. ആ ഇംഗ്ലീഷ് ലാംഗ്വേജിന് എന്തുണ്ടാവും? കുറേ റൂൾസ്, ഗ്രാമർ ഉണ്ടാവും, സിൻടാക്സ് ഉണ്ടാവും. അത് ഫോളോ ചെയ്തിട്ട് വേണ്ടേ നമ്മൾ കൊടുക്കാൻ? അല്ല ചുമ്മാ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഫ്രണ്ടിന് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന് ഒരു സിൻടാക്സും ഒരു ഫോർമാറ്റൊക്കെ ഉണ്ട്, റൂൾസ് ഒക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് വേണം നമ്മളെ കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കണേ. സോ അങ്ങനെയാണ് നമ്മൾ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന പോലെ തന്നെ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിക്കാൻ പറ്റും. പറഞ്ഞ ക്ലിയർ ആയോ? ദെൻ എങ്ങനെയാണെന്നുള്ളതല്ലേ? എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. എങ്ങനെ പഠിക്കാൻ പറ്റണേ? നമ്മൾ നോർമൽ ലാംഗ്വേജ് എങ്ങനെ പഠിക്കും? നമ്മൾ ഫസ്റ്റ് ആൽഫബറ്റ് പഠിക്കും, ദെൻ വേർഡ്സ് പഠിക്കും, ദെൻ സെന്റൻസ്, പാരഗ്രാഫ്, എസ്സേ. നമ്മൾ ആ ഓർഡറിലല്ലേ എപ്പോഴും പഠിക്കാറുള്ളത്. ആദ്യം നമ്മൾ ആൽഫബറ്റ് പഠിക്കും, ABCD. ഫോർ ഇംഗ്ലീഷ് എന്ന് വിചാരിച്ചോ, ഇംഗ്ലീഷ് ABCD. പിന്നെന്താ? വേർഡ്സ് പഠിക്കും, പിന്നെ സെന്റൻസ് പഠിക്കും, പാരഗ്രാഫ് പഠിക്കും, എസ്സേ പഠിക്കും. സോ ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിക്കാൻ പറ്റും. ഇപ്പോൾ ലാംഗ്വേജ് എങ്ങനെ പഠിക്കണേ എന്നൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത് നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇത്രയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആവശ്യം എന്താണ്? ഒറ്റ ഒരെണ്ണം പോരെ കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്?
പിന്നെ എന്തിനാ കുറേ ലാംഗ്വേജ്? എൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഒരു ലാംഗ്വേജ് ഫോം ചെയ്യുന്ന എഴുതുക, ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് വെച്ച് ഒരാൾ ചെയ്യുമ്പോഴേക്കും മനസ്സിലാവണേ, ഇന്ന ലാംഗ്വേജ് വെച്ച് കമ്പ്യൂട്ടറെ കൊണ്ട് എല്ലാ ടാസ്കും ചെയ്യാൻ പറ്റില്ല, അല്ലെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചില ആപ്ലിക്കേഷനിൽ ഈ ലാംഗ്വേജ് ഫിറ്റ് അല്ല, അല്ലെങ്കിൽ ബെസ്റ്റ് അല്ല എന്നൊരു ഫീൽ വരും. അപ്പോൾ എന്ത് ചെയ്യും? ആ പറയുന്ന ആള് വേറൊരു ലാംഗ്വേജ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ദെൻ അതുപോലെ എന്ത് ചെയ്യും? ആ ലാംഗ്വേജിന് വേറൊരു പ്രശ്നം വരുമ്പോൾ വേറൊരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരിക്കലും ഈ വേൾഡിൽ എല്ലാത്തിനും എല്ലാ ആപ്ലിക്കേഷനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇല്ല. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഓരോ ആപ്ലിക്കേഷനിലായിരിക്കും എന്ത് വരുന്നത്, അത് ബെസ്റ്റായിട്ട് ബിഹേവ് ചെയ്യണേ. അപ്പോൾ ഡെവലപ്പറിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് ഏത് ലാംഗ്വേജ് വേണം ഞാൻ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്താണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്ത് ടാസ്ക്കാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതിന് ഏത് ലാംഗ്വേജ് ആണ് ബെസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ലാംഗ്വേജ് വരുന്നത് പൈത്തൺ ആണ്. ഇനി അതല്ല, ഈ പറയുന്ന വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നല്ല ലാംഗ്വേജ് ജാവയാണ്. അപ്പോൾ ഈ പറയുന്ന ജാവയുണ്ട്, സി ഉണ്ട്, C++ ഉണ്ട്, ദെൻ പൈത്തൺ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അത് ഓരോരോ ആപ്ലിക്കേഷനിലായിരിക്കും അത് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. സോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പർ ചൂസ് ചെയ്യണേ. ക്ലിയർ? സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും ലാംഗ്വേജസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പ്രോഗ്രാം എന്താണ്, ഇത്രയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യം എന്താണ്, അത്രയും ക്ലിയർ ആയി. ഓക്കെ അല്ലേ? ദെൻ ഈ ലാംഗ്വേജിൽ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ആണ്. പൈത്തൺ. ഓക്കെ, പൈത്തൺ മീൻസ് ഒരു സ്നേക്കിൻ്റെ പേരാണെങ്കിലും അത് ഡേഞ്ചർ ഒന്നുമല്ല, ഏറ്റവും സിമ്പിൾ ആണ്. പിന്നെ അടുത്ത ചോദ്യം ഉണ്ടാവും, ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനാണ് ഞാൻ പൈത്തൺ തന്നെ പഠിക്കാൻ പോണേ? ഏറ്റവും അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പൈത്തൺ ഏറ്റവും സിമ്പിളാണ്, സിമ്പിളുമാണ്, പവർഫുള്ളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഒരു ബേസിക് ലെവലിൽ നമുക്കൊരു പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുകൊണ്ട് മാത്രമല്ല നമുക്ക് അത് വെച്ച് നമുക്ക് ഏത് ആപ്ലിക്കേഷനിലും വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ കൊടുക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ പൈത്തൺ യൂസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം, നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എംബഡ് സിസ്റ്റം ഈ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ പോലുള്ള കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം ടൈമിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പൈത്തൺ എടുക്കാൻ കാരണം. ക്ലിയർ അല്ലേ? ദെൻ ജസ്റ്റ് ഒരു പൈത്തനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ. പൈത്തൺ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പവർഫുൾ ആണ്, ഏറ്റവും പ്ലസ് പോയിന്റ് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് തൊട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസായ ബിഗിനർ ലെവലിലുള്ള ആൾക്കാരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്ന ക്രൈറ്റീരിയ ഇല്ല. ഈവൻ ബയോസയൻസ് ആണെങ്കിൽ പോലും, ബയോളജി പഠിച്ചവർക്കാണെങ്കിൽ പോലും ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ പറയുന്ന പൈത്തൺ. ക്ലിയർ? ദെൻ ഈ പൈത്തൺ ഡെവലപ്പ് ചെയ്തത് ഗൈഡോ വാൻ റോസം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെവലപ്പറാണ്. 1991 അയാൾ ഈ പറയുന്ന ലാംഗ്വേജ് റിലീസ് ചെയ്തത്. ദെൻ ഇങ്ങനൊരു പേര് വരാനുള്ള കാരണം ഈ ഗൈഡോ വാൻ റോസം സ്ഥിരമായിട്ട് കാണുന്ന ഒരു സീരീസിൻ്റെ, ഒരു കോമിക് സീരീസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മോണ്ടി പൈത്തൺ എന്നൊരു പേരാണ്. അപ്പോൾ അതിൽ നിന്നാണ് ആ പൈത്തൺ എന്ന പേര് അദ്ദേഹം ജസ്റ്റ് അത് കോപ്പി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്നേക്കുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ജസ്റ്റ് ഒരു സിമ്പിളാണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ്. ദെൻ ഇത് ഈസി ടു റീഡ് ആണ്, മേക്കിംഗ് കോഡിംഗ് സിമ്പിൾ ആൻഡ് എൻജോയബിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് വെബ്സൈറ്റ്, AI ആപ്ലിക്കേഷൻ, ഡാറ്റ സയൻസ്, ഓട്ടോമേഷൻ, എല്ലാ കേസിലും നമുക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1991 യൂസ് ചെയ്ത ലാംഗ്വേജ് ഇത്രയും പോപ്പുലർ ആവാനുള്ള മെയിൻ റീസൺ തന്നെ ഇതുകൊണ്ടാണ്. ഇന്നും ആ സമയത്തും വേറെ കുറേ ലാംഗ്വേജ് വന്നിട്ടുണ്ടാവും. ആ പഴയ ലാംഗ്വേജ് മേ ബി പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പം മീൻസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അത് ഒബ്സലേറ്റ് ആയി പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ലാംഗ്വേജ് അങ്ങനെയല്ല, ഇപ്പോഴും പോപ്പുലർ ആകാൻ കാരണം നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോപ്പുലർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഈ പറഞ്ഞ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിള്, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം, സ്പോട്ടിഫൈ, നാസ, OpenAI, ChatGPT, ഡ്രോപ്പ് ബോക്സ്, അങ്ങനെ ഈ പറഞ്ഞ എല്ലാം ഒരു എക്സാമ്പിൾസ് ആണ്. ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് ഒക്കെ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഈവൻ ഫ്യൂച്ചറിൽ പോലും പ്ലേസ്മെന്റിന് പോലും ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ? ദെൻ നമുക്ക് എങ്ങനെയാണ് ഈ പൈത്തൺ പഠിക്കാൻ പറ്റണേ? ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു, ഒരു നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെ നമുക്ക് പൈത്തനും പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു.
ജസ്റ്റ് കണക്ട് ചെയ്ത് പറയുവാണ്. നമ്മൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റ് പഠിക്കുന്ന പോലെ നമ്മൾ ആദ്യം പൈത്തണിൽ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടേഴ്സ് ആണ്. ഈ ലാംഗ്വേജിൽ നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും? നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ABCD എല്ലാം ഉപയോഗിക്കാം, അല്ല 1 2 3 ഉപയോഗിക്കാം. അപ്പൊ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതാണ് ആദ്യം പഠിക്കാൻ പോണേ. നമ്മൾ ആൽഫബറ്റ് പോലെ ആദ്യം ക്യാരക്ടേഴ്സ് പഠിക്കും. പിന്നെ ഏതാ ആൽഫബറ്റ് വെച്ച് വേർഡ്സ് പഠിക്കൂലേ? അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്, കുറച്ച് ടൈപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. അതിന് കീ വേർഡ്സ് പറയും, ഐഡന്റിഫയേഴ്സ് എന്നൊക്കെ പറയും. അതായിരിക്കും നമ്മൾ അടുത്ത് പഠിക്കാൻ പോണേ. അപ്പൊ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സും കീവേഡ്സും നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അടുത്ത ഏതാ പഠിക്കാൻ പോണേ? അത് വെച്ച് കണക്ട് ചെയ്ത് സെന്റൻസ് ഉണ്ടാക്കും അല്ലെ? വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ വേർഡ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഈ പറഞ്ഞ സെന്റൻസ് ഉണ്ടാക്കും. ആ സെന്റൻസിന് ഈക്വൽ ആയിട്ട് നമ്മൾ പൈത്തണിൽ പറയുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുന്നത് എക്സ്പ്രഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൈത്തണിൽ നമുക്ക് A=B+C ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് തരിക. ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ലൈൻ പറഞ്ഞ പേരാണ് ദാറ്റ് വി കോൾഡ് ആസ് എ എക്സ്പ്രഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. സിംഗിൾ ലൈൻ ഓഫ് കോഡ്, ഒറ്റ ലൈൻ. അതാണ് നമ്മൾ പഠിക്കാൻ പോണേ എക്സ്പ്രഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ സിംഗിൾ ലൈൻ ആയി, അടുത്ത എന്തായിരിക്കും? അടുത്ത ഫംഗ്ഷൻ. എന്നുവെച്ചാൽ അത് വെച്ച് നമ്മളൊരു ടാസ്ക് ചെയ്യും. ഒരു ലൈൻ വെച്ച് മാത്രം ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സെന്റൻസ് വെച്ച് ഫുള്ള് നമുക്ക് സെന്റൻസിന് മാത്രം നമുക്ക് ഫുൾ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല. എന്ത് വേണം? ആ സെന്റൻസ് വെച്ച് പാരഗ്രാഫ് ഫോം ചെയ്യാൻ പറ്റണം, എങ്കിലേ കംപ്ലീറ്റ് ആവുള്ളൂ പാരഗ്രാഫ്. സോ പാരഗ്രാഫിന് ഇക്വലന്റ് ആണ് ഫംഗ്ഷൻ. ദെൻ പാരഗ്രാഫ് മാത്രമല്ല, ഫൈനൽ എന്ത് പഠിക്കും? എസ്സേ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും അല്ലേ? കംപ്ലീറ്റ് ഐറ്റം ഫുള്ള് അതിന് ഇക്വലന്റ് ആണ് പ്രോഗ്രാം എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു പ്രോഗ്രാമിനകത്ത് എന്തുണ്ടാവും? കുറേ ടാസ്ക് ഉണ്ടാവും, കുറേ ഫംഗ്ഷൻ എന്ന് പറയും. ഓരോ ഫംഗ്ഷൻ്റെ അകത്തും കുറേ എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഓരോ എക്സ്പ്രഷൻ്റെ അകത്തും എന്തുണ്ടാവും? വേർഡ്സ്, കീവേഡ്സും ഐഡന്റിഫയേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ക്ലിയർ? നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെ ഒരു എസ്സേക്കകത്ത് കുറേ പാരഗ്രാഫ് ഉണ്ടാവും. ഓരോ പാരഗ്രാഫിലും കുറേ സെന്റൻസ് ഉണ്ടാവും. ഓരോ സെന്റൻസിലും കുറേ വേർഡ്സ് ഉണ്ടാവും. ഓരോ വേർഡ്സിലും കുറേ ആൽഫബറ്റ്സ് ഉണ്ടാവും. അപ്പൊ സെയിം രീതിയിൽ നമുക്ക് ഈ പറയുന്ന പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അത്ര ബുദ്ധിമുട്ടോ ടഫോ ഒന്നുമില്ല. ഇത് സിമ്പിൾ ആണ്. നോർമൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ നമുക്ക് സില്ലി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ലാംഗ്വേജും പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസും അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന എല്ലാ പ്രാക്ടീസ് ക്വസ്റ്റ്യനും എല്ലാം വൺസിൻ്റെ മൊബൈൽ ആപ്പിലുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, എക്സാം നല്ല മാർക്ക് മേടിക്കുക. എക്സാം നല്ല മാർക്ക് മാത്രമല്ല, ഇവ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും പ്ലേസ്മെൻറ്റിലേക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ഈ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട്. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയെന്ന് വരുന്നു. താങ്ക് യു.